ഹാലേലൂയ. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, ഷാലോം ടെലിവിഷനിലൂടെ നമ്മുടെ വീടുകളിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 7:30 ഈ ശുശ്രൂഷകൾ എത്തുമ്പോൾ ഇന്ന് വരെ നിങ്ങൾ തന്ന എല്ലാ സ്വീകരണത്തിനും വചനം മനസ്സിലാക്കുവാനുള്ള വലിയ താല്പര്യത്തിനും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയാണ്. ഇന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഖണ്ഡികയുടെ അവസാന വാക്യത്തിലേക്ക്, അതായത് 16-17 വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. നമുക്കറിയാം, ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പൗലോസ്ലീഹ പറയുന്നത് ഓരോരുത്തന്റെ പണി എങ്ങനെയുള്ളതാണ് എന്ന് ഓരോരുത്തൻ ശോധന ചെയ്യട്ടെ. കൊരിന്തിൽ സഭ സ്ഥാപിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് പൗലോസ്ലീഹയാണ്. പിന്നീട് ആ സഭയുടെ വളർച്ചയ്ക്ക് ദൈവം ഉപയോഗിച്ചത് കേഫാവ് എന്ന് വിളിക്കുന്ന പത്രോസ്ലീഹയാണ്. പിന്നീട് ആ സഭയുടെ വളർച്ചയ്ക്ക് ദൈവം ഉപയോഗിച്ചത് അപ്പല്ലോസ് എന്ന് പറയുന്ന പ്രിയ ശിഷ്യനെയാണ്. അപ്പൊ ഇങ്ങനെ ശക്തരായ ദൈവമനുഷ്യരെ ദൈവം ഉപയോഗിച്ചു. എന്നാൽ ഈ ഉപയോഗിക്കപ്പെട്ട മനുഷ്യരുടെ പിന്നാലെ കൊരിന്തിലുള്ള മനുഷ്യര് തിരിഞ്ഞപ്പോൾ, നിങ്ങൾ അങ്ങനെ തിരിയരുത്, നിങ്ങൾ അവരെ കാണണ്ട, നിങ്ങൾ അവരെ അല്ല കാണേണ്ടിയത്, അവരെ നിർത്തിയ കർത്താവിനെയാണ് കാണേണ്ടിയത്. അവര് കേവലം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തികൾ മാത്രമാണ് എന്ന് പൗലോസ്ലീഹ പറയുന്ന വിശദീകരണ ഭാഗമാണ് നമ്മൾ കേട്ടത്. അപ്പൊ 2 മാനത്തിലാണ് അതിനെ പൗലോസ്ലീഹ എടുത്തത്. 1-ാം മാനത്തിൽ നമ്മൾ കണ്ടു, അവന് പ്രതിഫലം കിട്ടും. ഓരോരുത്തൻ ചെയ്ത പ്രവർത്തികൾക്ക് പ്രതിഫലം കിട്ടും. നന്മ ചെയ്തവന് നന്മയായിട്ടത് കിട്ടും, തിന്മ ചെയ്തവന് തിന്മയായിട്ടത് കിട്ടും. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി 6 കാര്യങ്ങളെ പൗലോസ്ലീഹ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. മരം, പുല്ല്, വൈക്കോല്, അത് 3 ഒരു ശ്രേണിയിൽ വരുന്നവയാണ്. തീ കാണുമ്പോൾ തീയിൽ വെന്തുപോകുന്നതാണ്. എന്നാൽ മറ്റു 3, സ്വർണം, വെള്ളി, വിലയേറിയ രത്നം, ഇത് 3ഉം തീയിലൂടെ പുറത്തു വരുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തികൾ പുല്ലും മരവും വൈക്കോലും ആണെങ്കിൽ കർത്താവിന്റെ ദിവസത്തിൽ ലജ്ജിതരാകേണ്ടി വരും. എന്നാൽ നമ്മുടെ പ്രവർത്തികൾ വിലയേറിയ പൊന്നും അതുപോലെ തന്നെ വെള്ളി, അതുപോലെ തന്നെ രത്നം, അതാണ് എങ്കിൽ നമ്മുടെ പ്രവർത്തികൾ ശോഭയോടെ നിൽക്കും. അതാണ്. അപ്പൊ ഓരോ വാക്കുകൾ പറയുമ്പോഴും നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. എന്റെ വാക്കിൽ എത്ര വൈക്കോലുണ്ട്? വൈക്കോൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ പൊങ്ങി നിൽക്കും അല്ലേ? അപ്പം ചിലരെങ്കിലും ഒക്കെ നമുക്കിനി പറയാൻ വേണ്ടി, ഇങ്ങനെ ടീസ് ചെയ്തൊക്കെ പറയാൻ വേണ്ടി ഉള്ള ഒരു നല്ല വാക്കായി, എന്തോ ആടേ, വാക്കിൽ മുഴുവൻ വൈക്കോലാണല്ലോ, വാക്കുകളിൽ മുഴുവൻ വൈക്കോലാണല്ലോ. അപ്പം ഇങ്ങനെ വീരവാദവും പൊങ്ങച്ചവും ഒക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നവരെ നമുക്കിനി പറയാൻ വേണ്ടി വൈക്കോൽ എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൊങ്ങച്ചവും കുറച്ച് കട്ടിയായ കാതലായ കാര്യങ്ങളും പറയുന്നതിനെ മരമെന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടെ കാതലായതിനെ പുല്ലെന്നും മരമെന്നും വൈക്കോലെന്നും ഒക്കെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ അർത്ഥമത്തായ വാക്കുകൾ, ശാന്തതയോടുകൂടിയുള്ള വാക്കുകൾ, പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ടവരോട് പറയുന്ന വാക്കുകള്, അതിനെ വചനം വിളിച്ചിരിക്കുന്നത് സൗമ്യമായ വാക്കുകൾ എന്നാണ്. സ്വർണത്തോടും വെള്ളിയോടും വിശിഷ്ടമായ രത്നത്തോടുമാണ് അതിനെ ഉപമ ആയിട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് 16-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ്, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് പൗലോസ്ലീഹ ഈ ചിന്ത കൂടെ അതോട് ചേർത്ത് വെക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയത്തിൽ, അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയത്തെ നശിപ്പിക്കുകയാണ്, നിങ്ങളാകുന്ന ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുകയാണ് വൈക്കോൽ കൊണ്ടുള്ള പ്രവൃത്തിയിലൂടെ. ദൈവത്തിന്റെ ആലയം എന്ന് പറയുമ്പോൾ അതിനെ എടുക്കേണ്ടിയ ആ യഥാർത്ഥ വ്യാഖ്യാന രീതി എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ ദൈവം ആരാണ് എന്നുള്ള അർത്ഥത്തിൽ വേണം ആ വചനത്തെ മനസ്സിലാക്കാനായിട്ട്. ദൈവത്തെക്കുറിച്ച് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, കൺസ്യൂമിങ് ഫയർ ആണ് ദൈവം. അപ്പൊ ഈ കൺസ്യൂമിങ് ഫയർ ആയ ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മളെങ്കിൽ, ആ തീ വസിക്കുമ്പോൾ ആ തീയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വൈക്കോലിന് കഴിയുമോ? ആ തീയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മരത്തിന് കഴിയുമോ? ആ തീയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പുല്ലിന് കഴിയുമോ? അതാണ് ആ 3 പ്രവൃത്തികള്. എന്നാൽ ആ തീയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്തിനു കഴിയും? പൊന്നിന് കഴിയും. കാരണം പൊന്ന് തീയിലൂടെ വന്നതാണ്, തീയിലൂടെയാണ് അത് ശുദ്ധിയാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു, വിലയേറിയ രത്നം, അത് തീയിലൂടെ വരുന്നതാണ്, അത് തീയിലൂടെ തന്നെയാണ് അത് ശുദ്ധീകരിക്കപ്പെടുന്നതും. അതുപോലെ തന്നെ നമ്മൾ കാണുകയാണ് വെള്ളി, അതും തീയിലൂടെ തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പൊ കൺസ്യൂമിങ് ഫയർ ആയ, ദഹിപ്പിക്കുന്ന അഗ്നിയായ ഈ ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെങ്കിൽ, ആ ശരീരത്തിന്റെ പ്രവൃത്തികളിൽ പുല്ലും മരവും വൈക്കോലും നിൽക്കുകയില്ല. പെട്ടെന്ന് പണി തീരും.
പുല്ലുകൊണ്ടും മരം കൊണ്ടും വൈക്കോല് കൊണ്ടുമുള്ള പണി പെട്ടെന്ന് തീരും. വേഗത്തിൽ പണി തീർന്നു വന്ന ആൾക്കാര് എന്ത് ചെയ്യും? ആഘോഷിക്കുകയും ചെയ്യും. പക്ഷെ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ വിലയേറിയ രത്നം കൊണ്ടോ ആണ് പണിയുന്നതെങ്കിൽ അതൊന്നും സുലഭമായവയല്ല, അതൊന്നും എളുപ്പത്തിൽ ലഭിക്കുന്നവയോ എളുപ്പത്തിൽ പണിയാൻ കഴിയുന്നവയോ അല്ല. പ്രത്യുത അതെല്ലാം വളരെ വിലയേറിയവയാണ്, വിലപ്പെട്ടവയാണ്, അല്ലെങ്കിൽ വിലയുള്ളവയാണ്. അപ്പൊ ആ വിലയുള്ളവയെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആ വിലയുള്ളവയെ ഉപയോഗിക്കുന്നതാണ്, വിലയുള്ളവയെ ആ വിലയേറിയ വിശ്വാസത്തോടാണ് ഉപമിക്കുന്നത്. വിലയുള്ളവയായി നമ്മുടെ ജീവിതത്തെ വിലമതിക്കാനാവാത്ത സൽപ്രവൃത്തിയിലൂടെ പണിയുക. ദുഷ്പ്രവൃത്തിയിലൂടെ പണിയുന്നുവെങ്കിൽ വെന്തുപോകും, സൽപ്രവൃത്തിയിലൂടെ പണിയുന്നുവെങ്കിൽ നിലനിൽക്കും. അതാണ് ആ രണ്ട് മാനം അവിടെ പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. അപ്പൊ ഞാനാകുന്ന ദൈവത്തിന്റെ ആലയത്തെ എങ്ങനെ പണിയണം എന്നതാണ് ഇവിടുത്തെ പ്രധാന ചിന്ത. ഞാൻ എങ്ങനെയാ, ഹൗ ടു ബിൽഡ് മൈ ടെമ്പിൾ. ഐ എം എ ടെമ്പിൾ ഓഫ് ഗാഡ്, ഹൗ ടു ബിൽഡ് മൈ സെൽഫ്. ഞാൻ എങ്ങനെയാണ് എന്നെ പണിയേണ്ടത്? വിലയേറിയ രത്നം കൊണ്ട് പണിയണോ അതോ വിലയില്ലാത്ത പുല്ലും കൊണ്ട് പണിയണോ? അവിടെയാണ് ക്വസ്റ്റ്യൻ തീരുന്നത്. എന്നിട്ട് 16-ാം വാക്യം മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് വ്യക്തമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ അത് കണക്ട് ചെയ്യുന്നത് രണ്ടാമത്തെ വസ്തുതയുമായിട്ടാണ്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഏതാണ് പുല്ല്, ഏതാണ് വൈക്കോൽ, ഏതാണ് സ്വർണം എന്ന് നമുക്ക് ബോധ്യം തരുന്നത്. ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന ഉടനെ നമ്മുടെ ഉള്ളിൽ കടിഞ്ഞാനിടുന്ന പോലെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തി കൊണ്ട് അത് നമ്മൾ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അത് അടുത്ത് പറയുക, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നിട്ട് പറയുക, എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. 17-ാമത്തെ വാക്യം കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3:17 നോക്കി. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുക. അപ്പം ഞാൻ എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നു എന്നതിലുപരിയായിട്ട് ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നു എന്ന ഗൗരവമായ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എൻ്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നേരത്തെ ഞാൻ എൻ്റെ ശരീരത്തെ തകർക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ തകർക്കുകയല്ല, ദൈവത്തിന്റെ മന്ദിരത്തെ തകർക്കുകയാണ്. കാരണം എൻ്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഓക്കെ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തൊട്ട് താഴേക്ക് പറയുന്നത്. അപ്പൊ മന്ദിരത്തെ തകർക്കണോ, മന്ദിരത്തെ പണിയണോ? എങ്ങനെ തകർക്കാം? വൈക്കോൽ കൊണ്ട് പണിതാൽ മതി. എങ്ങനെ പണിയാം? സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും വിലയേറിയ രത്നം കൊണ്ടും പണിതാൽ മതി. താഴേക്ക് പറയുമ്പോൾ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. എന്നിട്ട് പറയുക, ആ ആലയം നിങ്ങൾ തന്നെ. നോക്കൂ, സർവ്വവ്യാപിയും സർവശക്തനുമായ ദൈവം നമ്മെ ആലയമാക്കി നമ്മിൽ വസിക്കുവാനായി ഇഷ്ടപ്പെടുന്ന പ്രിയമുള്ളവരെ. വസിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മളിലേക്ക് വരികയാണ്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ ഇതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണുകയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ കാണുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ് ബൈബിളിന്റെ ആകത്തുക. ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഏദനിൽ ദൈവം ആദത്തോട് കൂടെ നടന്നുവെങ്കിൽ ഇവിടെ ഇതാ പുതിയ ഉടമ്പടിയിൽ കർത്താവായ ഈശോയുടെ ദിവ്യബലിയുടെ ഐശ്വര്യത്താൽ കർത്താവ് നമ്മുടെ കൂടെ നടക്കുകയല്ല, നമ്മുടെ ഒപ്പം ഇരിക്കുക പോലും അല്ല, നമ്മളിൽ വസിക്കുകയാണ്. നമ്മളെ തന്നെ ദൈവത്തിന്റെ വാസസ്ഥലമാക്കി അവിടുന്ന് മാറ്റുകയാണ്. എത്ര ശ്രേഷ്ഠകരമായ ഒരു വലിയ പദവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്തണം. എൻ്റെ ഈ ശരീരത്തെ എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ ശ്രദ്ധിക്കണേ, എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ നിന്ന് ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നു എന്ന കാഴ്ചപ്പാടിലേക്ക് വന്നിട്ട് അവിടെ വന്നിട്ടാണ് നമ്മൾ പറയുന്നത്, എനിക്കിനി അസൂയയുള്ളവനായി തുടരാൻ കഴിയുകയില്ല. ഓക്കെ, ഞാൻ ആ വ്യക്തിയോട് പക എൻ്റെ മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ല. എനിക്ക് വെച്ചോണ്ടിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. കണ്ടോ, എനിക്ക് അവരോട് എന്തും പറയാമായിരുന്നു, എന്തും ചെയ്യാമായിരുന്നു, എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അവനെക്കുറിച്ച് കണ്ടപ്പോഴേ എനിക്ക് ഏത് ചിന്തയിലൂടെയും കാട് കയറി പോകാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കഴിയുകയില്ല. ഇപ്പോൾ അത് കഴിയാത്തതിന്റെ കാരണം എന്താണ്? ഇപ്പോൾ അത് കഴിയാത്തതിന്റെ കാരണം ഈ പറഞ്ഞതാണ്, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. നിങ്ങളും അങ്ങനെ തന്നെ, നിങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പ് കർത്താവ് പറഞ്ഞെങ്കിൽ ആ ഉറപ്പോട് ചേർന്ന് നമുക്കും വിശ്വസിച്ച് പറയാം, അനുദിന പരിശുദ്ധിയിലൂടെ എന്നെ ദൈവത്തിന്റെ ആലയമാക്കി പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവേ, അതോട് ചേർന്ന് സഹകരിക്കാൻ ഞാനിത് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. ഇതാണ് ആഴമായ ഒരു പ്രാർത്ഥന. അഗ്നിക്കിരയാകാത്ത, അഗ്നി കൊണ്ട് ദോഷം വരാത്ത പ്രവർത്തികൾ സമ്പാദിക്കാം നമുക്ക് ഈ ജീവിതത്തിൽ.
സൽപ്രവർത്തികളിലൂടെ സമ്പാദിക്കാം ഈ ജീവിതത്തിൽ. ദുഷ്പ്രവൃത്തികളിലൂടെ നഷ്ടം വരുത്താം, സൽപ്രവൃത്തിയിലൂടെ ലാഭമുണ്ടാക്കാം. ഹല്ലേലൂയ. ഒരു അനുകമ്പ കാണിച്ചപ്പോൾ, അപരനെ സഹായിച്ചപ്പോൾ, അവന്റെ ദുഃഖത്തിൽ കൈകോർത്തപ്പോൾ, അവന്റെ വേദനയിൽ അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ, അവന് ഹൗ ആർ യു എന്ന് ചോദിച്ചപ്പോൾ, ഒരുപക്ഷെ ഒരു വാട്സാപ്പ് മെസ്സേജ് ആയിരിക്കും, ചിലപ്പോൾ ഒരു കോൾ ആയിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നപ്പോൾ അവന് കൊടുത്തൊരു സഹായമായിരിക്കാം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല ദൈവത്തിന് എന്ന പോലെ മനസ്സോടെ ചെയ്തത് നമ്മളൊരു ദേവാലയത്തെ പണിയുകയാണ്. ഏതാണ് ആ ദേവാലയം? നമ്മുടെ ശരീരമാകുന്ന ദേവാലയം. എങ്ങനെയാ അത് പണിയുന്നത്? സൽപ്രവൃത്തിയിലൂടെ. എങ്ങനെയാ അത് പരിശോധിക്കപ്പെടുന്നത്? തീയിലൂടെ. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളൊരു ദേവാലയത്തെ പണിയുകയാണ്. അവൾക്ക് എന്നോട് വലിയ വിരോധമാണ്, അവൻ എന്നോട് വലിയ വിരോധമാണ്. ആ വിരോധമുള്ള ആ വ്യക്തിയുടെ അടുക്കലേക്ക് ഞാൻ ചെല്ലുകയാണ്. എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുകയാണ്. അവളാണ് തെറ്റ് ചെയ്തതെന്ന് എനിക്കും അറിയാം, അവൾക്കും അറിയാം. പക്ഷെ ഞാൻ ആ തെറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഈശോ ചെയ്തു തന്നെ, ഈശോ ക്രൂശിതനായതും ഈശോ അപമാനം സഹിച്ചതും ഈശോയുടെ കയ്യിൽ അപരാധം ഉണ്ടായിട്ടല്ല, അപരാധമൊന്നും അവന്റെ കയ്യിൽ ഇല്ലായിരുന്നു, എന്നിട്ടും അവിടുന്ന് അത് സഹിച്ചത് ഫോർ അതേഴ്സ്, അപരന്റെ നന്മയ്ക്ക് വേണ്ടി അത് സഹിച്ചതായിരുന്നു ഈശോയുടെ ജീവിതം. അതേ ജീവിത വഴിയിലൂടെ ഈശോ നമ്മെ വിളിച്ചിട്ട് പറയും, ബാ 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 ബാ. ഏത് ജീവിതത്തിലേക്കാ? അതേ ജീവിത വഴിയിലേക്ക്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിൽ നിറയാം സഹോദരങ്ങളെ. നമുക്ക് ദൈവത്തിന് വസിക്കാൻ ഒരു ആലയത്തെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ദൈവത്തിന് വസിക്കാനുള്ള ഒരാലയത്തെ ഉണ്ടാക്കി കൊടുക്കാം. ആ ആലയത്തെ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മളെ ദൈവത്തിന്റെ ആലയമാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക. ഓ ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളാകും ദൈവത്തിന്റെ ആലയത്തെ. ഒന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്നൊന്ന് സഹകരിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്, ഓ ഞാനും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സഹകരിക്കുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ തുടങ്ങി 16-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ അവസാനിക്കുന്ന ഈ പാരഗ്രാഫ് വരുമ്പോൾ പൗലോസ്ലീഹ വിരൽ ചൂണ്ടുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഒന്ന്, സഭ സ്ഥാപിക്കാൻ ഉപയോഗിച്ച പൗലോസ്ലീഹയുടെ പുറകെ അവരെല്ലാവരും തിരിഞ്ഞു. കർത്താവിനെ കാണുന്നതിന് പകരം കർത്താവ് അയച്ച ശുശ്രൂഷകനെ കണ്ടു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പോസ്റ്റുമായിട്ട് വീട്ടിൽ വന്നപ്പം പോസ്റ്റ് വാങ്ങേണ്ടതിന് പകരം പോസ്റ്റ്മാന്റെ പുറകെ പോയാലുള്ള അവസ്ഥ എന്തിരിക്കും? ഇതേ അവസ്ഥ അവിടെ സംഭവിച്ചു. പൗലോസ്ലീഹ വേദനയോടെ പറയുകയാണ്, നിങ്ങൾ കാണേണ്ടിയത് എന്താ? കാണേണ്ടിയത് കർത്താവിനെയാണ്, നിങ്ങൾ കണ്ടത് മനുഷ്യരെയാണ്. അപ്പൊ മനുഷ്യരെ കണ്ടപ്പോൾ ചില മനുഷ്യർക്ക് അത് വലിയ പ്രയോജനമായിട്ട് തോന്നി. മനുഷ്യരുടെ പ്രകൃതി മനുഷ്യർ അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് പ്രകൃതി വലിയ സന്തോഷമായിട്ട് തോന്നിയും പൗലോസ്ലീഹ പറയും, ഇല്ലില്ല, നമ്മളെല്ലാവരും അക്കൗണ്ടബിൾ ആണ്. ആരുടെ മുമ്പിൽ അക്കൗണ്ടബിൾ? ഈ കർത്താവിന്റെ മുമ്പിൽ അക്കൗണ്ടബിൾ ആണ്. ഓരോ വ്യക്തിയോട് എങ്ങനെ സംസാരിച്ചു, ഓരോ വ്യക്തിയോട് എങ്ങനെ ഇടപെട്ടു, എങ്ങനെയാണ് ഞാനെന്ന ദൈവത്തിന്റെ ആലയത്തെ, ഞാനെന്ന ദേവാലയത്തെ, ആ പദം ആവർത്തിക്കാൻ പറ്റില്ല, ഞാനെന്ന ദേവാലയത്തെ ഞാൻ എങ്ങനെയാ പണിതുയർത്തിയിരിക്കുന്നതെന്ന് ഇപ്പം വികാരിയച്ഛന് മനസ്സിലാവത്തില്ല, കുടുംബ യൂണിറ്റിലെ അവിടെ ആർക്കും മനസ്സിലാവത്തില്ല, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകർക്കും മനസ്സിലാവുകയില്ല. ഞാനാകുന്ന ആലയത്തെ ഞാൻ എങ്ങനെയാണ് പണിതുയർത്തിയത്, എൻ്റെ രഹസ്യ പരസ്യ ജീവിതത്തെ ഒരു നാൾ ശോധനയിലൂടെ കടന്നുപോയി അത് പരിശോധനയിലൂടെ പുറത്തു വരും. അന്ന് മാനമാകണമെങ്കിൽ, അപമാനമാകണമെങ്കിൽ, അതാണ് മാനവും അപമാനവും, മാനത്തിനായും അത് മാറും, അപമാനത്തിനായിട്ട് അത് മാറും. മാനാപമാനങ്ങൾക്ക് അത് വിഷയീഭവിക്കും. എങ്ങനെയാ മാനാപമാനങ്ങൾക്ക് അത് വിഷയീഭവിക്കുന്നത്? അതാണ് പറയുന്നത്, എങ്ങനെ പണിതു എന്നുള്ളതാണ്. അപ്പൊ പണിയാം നമുക്കൊരു ദേവാലയത്തെ. ഇങ്ങോട്ട് പണിയാൻ നമുക്കൊരു ദേവാലയത്തെ. ഏത് ദേവാലയത്തെയാ? അതിന് എത്ര രൂപ കൊടുക്കണ്ട? എന്നാ ചെക്ക് എഴുതിയേക്കാം. നോ, ഇത് പുറത്ത് ചെക്ക് എഴുതുന്ന പരിപാടിയില്ല, ഇത് അകത്ത് ചെക്ക് എഴുതാം. ദേവാലയത്തിന്റെ പണി നടക്കുകയാണ്, എൻ്റെ വക ഇരിക്കട്ടെ ഒരു 50,000. അതൊക്കെ വളരെ എളുപ്പമാണ്. 50,000, 5 ലക്ഷമോ 50 ലക്ഷമോ 5 കോടിയോ കൊടുക്കാം. നല്ലതുമാണേ, കൊടുക്കുന്നതൊന്നും തെറ്റില്ല. പക്ഷേ ഇവിടെ പണം കൊടുത്ത് പുറത്തു പണിയുന്ന ദേവാലയത്തിന്റെ കാര്യമല്ല പൗലോസ്ലീഹ പറയുന്നത്. ഞാനാകുന്ന ദേവാലയം, നിങ്ങളാകുന്ന ദേവാലയം, നമ്മളാകുന്ന ദേവാലയം, അതിനെ നമുക്ക് പണിയണം. അതിനുകൊണ്ടൊരു അൽത്താര, അതിനുകൊണ്ടൊരു വിശുദ്ധ സ്ഥലം, അതിനുകൊണ്ടൊരു ത്രോണോസ്, അതിനുകൊണ്ടൊരു മദ്ബഹ, അതിനുകൊണ്ടൊരു പരിപാവനമായ അവിടെ ഒരു ശുശ്രൂഷകനുമുണ്ട്. ആ ദേവാലയത്തിൽ ഒരു ബലിയർപ്പണമുണ്ട്.
ആ ദേവാലയത്തിൽ ശരീരം തന്നെ. അതുകൊണ്ട് റോമാർക്ക് എഴുതിയ ലേഖനത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ബലിയായി സമർപ്പിക്കും. റോമർ 12:1. റോമ 12:1 അപ്പോസ്തലനായ പൗലോസ് ഇത് തന്നെയാ പറയുന്നത്. നിങ്ങളുടെ ശരീരത്തെയാണ് ബലിയായി സമർപ്പിക്കേണ്ടത്. ദൈവത്തിന്റെ ആരാധന എന്ന് പറയുന്നത് എന്തെങ്കിലും കാഴ്ച വസ്തുക്കൾ അർപ്പിക്കുകയല്ല, നിങ്ങളുടെ ശരീരത്തെ തന്നെ ബലിയായി സമർപ്പിക്കുകയാണ്. അപ്പൊ ശരീരമാകുന്ന ദേവാലയത്തിൽ, ശരിക്കും പറഞ്ഞാൽ പള്ളിയാണ് പള്ളിയിൽ പോകുന്നത്, പള്ളിയാണ് പള്ളിയിൽ പോകുന്നത്. ഹല്ലേലൂയ. കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ പള്ളിയാണ് ഞാനെന്ന് അറിഞ്ഞിട്ട് വേണം പള്ളിയിൽ പോകാൻ. ഞാനൊരു പള്ളിയാണ്, അങ്ങനെ പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ല, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞ നിങ്ങളാണ് ദൈവത്തിന്റെ ദേവാലയം. എന്നിട്ട് അടുത്ത് പറയുക, ആ ദേവാലയം, ആ ആലയം നിങ്ങൾ തന്നെ. ഞാൻ തന്നെ എടുത്തു പറയുക, ഞാൻ തന്നെയാണ് ആലയം. പണിയാം നമുക്കൊരു ദേവാലയത്തെ. അവിടേക്ക് ഇറങ്ങി വരുവാൻ ഈശോ ഇഷ്ടപ്പെടുന്നു, അത് വസിക്കാൻ ഈശോ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ആ ചിന്ത ഒന്ന് കണ്ടേ. ആ ദേവാലയം പണിതുയർത്തപ്പെടുന്ന അനുസരിച്ച് ആ ദൈവത്തിന്റെ മഹത്വം ആ ദേവാലയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ആ ഇറങ്ങി വരുന്ന മഹത്വമാണ് നമ്മിലൂടെ പുറത്തു വരുന്നത്. ഒരു ചെറുപുഞ്ചിരിയിലൂടെ നമ്മൾ ലോകത്തെ വീക്ഷിക്കുമ്പോൾ ഇത് അഭിഷേകം വ്യാപിക്കുകയാണ്. നാം പള്ളിയായി മാറിയിട്ട് നാം പള്ളിയിൽ പോകുന്ന ഉടനെ അവിടെ ഒരുമിച്ച് വരുന്നത് ദേവാലയങ്ങളാണ്. ഹല്ലേലൂയ. അവിടെ ഒരുമിച്ച് വരുന്ന ദേവാലയങ്ങളാണ്. അവിടെയാണ് ദൈവമഹത്വത്തിന്റെ അസാധാരണമായ നിറവിറങ്ങാൻ കഴിയും. ഇന്ന് ഷാലോം ടിവിയിലൂടെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ, ഇന്റർനെറ്റിന്റെ അപ്ലോഡ് ചെയ്ത് കഴിയുന്നതിലൂടെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധമായ ദേവാലയമാകുവാൻ എന്നെ സമർപ്പിക്കും. അതിനുവേണ്ടി സഹായകനായ പരിശുദ്ധാത്മാവൻ എനിക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന സഹായകനിലൂടെ ദൈവത്തിന്റെ ദേവാലയത്തെ പണിയാനായിട്ട് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്ന ആ പദ്ധതിയോട് ചേർന്ന് ഞാൻ സഹകരിക്കുകയാണ്. എനിക്ക് വേണ്ട വൈക്കോലും മരവും പുല്ലും കൊണ്ടുള്ള പണി, എനിക്ക് വേണം പൊന്നും വെള്ളിയും വിലയേറിയ രക്തം കൊണ്ടുള്ള പണി. അങ്ങനെ അനുദിന വിശദീകരണത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ഇന്ന് ഈ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷയിൽ നമുക്ക് ഒരത്ഭുത സാക്ഷ്യം കേൾവിക്കേണ്ടി കടന്നു. ഇന്ന് കേൾക്കാൻ പോകുന്ന അത്ഭുത സാക്ഷ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിച്ചത്. ഇന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവം ഇതുപോലൊരു സാക്ഷ്യം എനിക്കും പറയാൻ തക്ക രീതിയിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തിന് കാരണമായി തീരട്ടെ. സമ്പാദിക്കാം സൽപ്രവൃത്തിയിലൂടെ, ധാരാളം സമ്പാദിക്കാം സൽപ്രവൃത്തിയിലൂടെ. നിലനിൽക്കുന്ന സമ്പാദ്യങ്ങൾ നമുക്ക് സ്വരൂപിക്കാം. ബാക്കിയെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടി വരും. എന്നാൽ ഒരൊറ്റ സമ്പാദ്യം അത് കൊണ്ടുപോകാൻ കഴിയും. അത് ചെയ്ത സൽപ്രവൃത്തിയാണ്. കൃപയുടെ നീർച്ചാലുകളിൽ അത്ഭുത സാക്ഷ്യങ്ങളുടെ സമയം. ഈ ചേച്ചി ഒരുപാട് സാക്ഷ്യങ്ങളുമായിട്ട്, എത്ര സാക്ഷ്യമുണ്ട് പറയാൻ? സാക്ഷ്യം തീരൂല, പറഞ്ഞാൽ കുറച്ച് പറയാം. ആദ്യമായി വന്ന മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുവാൻ വന്നത്. അവസാനം ആദ്യമായി തന്നെ സൗഖ്യം കിട്ടി എനക്കായെന്ന്. എൻ്റെ രോഗം പഴയ ഗുളിക തന്നെ ഞാൻ എടുത്തെറിഞ്ഞു. പിന്നെ ഒരു മാസം വെച്ച് ഗുളിക കൊണ്ടായിക്കുമായിരുന്നു. ആർട്ട് രോഗിയായിരുന്നു. പിന്നെ ആ ഗുളിക ഞാൻ കഴിച്ചിട്ടില്ല. പ്രാർത്ഥനയിൽ വന്ന് 3-ാമത്തെ ദിവസം ഗുളിക ഞാൻ എടുത്തെറിഞ്ഞ്. പിന്നെ ഈ വിരലിങ്ങനെ ഒടിഞ്ഞിട്ടായിരുന്നു. പിന്നെ അത് 3-ാമത്തെ ദിവസം നോക്കും ഇത് കണ്ടീഷനായ വിരലായി. ഞാൻ എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി. ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. മരണം വരെ ഗുളിക കഴിക്കണമെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. ഞാൻ കഴിച്ചില്ല. പിന്നെ മോൻ്റെ ഓപ്പറേഷത്തിൽ ഒരുപാട് ഇനിയൊന്നും ബാക്കിയില്ല. ആ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോയി വന്ന്. പക്ഷേ ഇന്ന് മോൻ്റെ സ്വരം എത്തിയില്ലെങ്കിലും സംസാരിക്കും, സ്കൂളിൽ പോവും, 4 ആളുടെ മുമ്പിൽ പോകാനുള്ള കഴിവ് കർത്താവ് കൊടുത്ത്. അല്ലെങ്കിൽ 4 ആളുടെ അടുത്ത് പോയാൽ അന്ന് അവന് ജലദോഷവും സംസാരശേഷി നഷ്ടപ്പെട്ട് ശ്വാസക്കോയിൽ അടഞ്ഞു പോയി. ഓപ്പറേഷൻ ചെയ്ത് ട്യൂബിട്ട്. പിന്നെ ഓപ്പറേഷൻ ശേഷമായിരുന്നു സംസാരം നഷ്ടപ്പെടുന്നത്. ഞാൻ അവനെ കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ടല്ലോ, ഇത്ര കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആ കുട്ടിയുടെ സൗഖ്യം ഭയങ്കര. ചേച്ചി ഹാർട്ട് രോഗിയായിരുന്നു. ചേച്ചി ഹാർട്ട് രോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കി. രണ്ടാമത്തെ സാക്ഷ്യം ചേച്ചി ഇപ്പോൾ പറയുന്നത്, മകന് ഓപ്പറേഷന് ശേഷം ശബ്ദം പോയി. ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അവന് ആംഗ്യഭാഷയിലൂടെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ കുട്ടിക്ക് ശബ്ദം കർത്താവ് തിരിച്ചു കൊടുത്തു. അവനിപ്പോൾ നോർമൽ സ്കൂളിലല്ലേ സ്കൂളിൽ പോകുന്നുണ്ട്. 4-ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. 4-ാം ക്ലാസ് പഠിക്കുക, നോർമൽ സ്കൂളിൽ പോകാം. മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മയും ഞങ്ങളുമായിട്ട് പിരിഞ്ഞു നിന്നിട്ട് 18 വർഷമായിരുന്നു. 18 വർഷമായിട്ട് വസ്തുവിൻ്റെ പേരിലാണ് അങ്ങനെ ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ വർഷം അമ്മ ഞങ്ങളെ കണ്ട് വൈക്ക് വെച്ച് സംസാരിച്ച്. പിന്നെ രോഗ്യത്തിലായി. ഈ അവസാനം
18 വർഷമായിട്ട് പിണങ്ങിയിരുന്ന അമ്മ തിരിച്ച് വീട്ടിൽ വന്നു. 3 ദിവസം താമസിച്ചു അമ്മ. വീട്ടിൽ ഒരുമിച്ച് വന്ന് താമസിച്ചു. 3 സാക്ഷ്യങ്ങളാണ് ഒരാൾ തന്നെ പറയുന്നത്. ഹാർട്ട് രോഗിയായിരുന്നു, കർത്താവ് സൗഖ്യമാക്കി. കൊച്ചുമകൻ്റെ സംസാരശേഷി ഓപ്പറേഷൻ ശേഷം നഷ്ടപ്പെട്ടതായിരുന്നു, അതിനെ കർത്താവ് തിരിച്ചു കൊടുത്തു. വേറൊരു ഒരു വീട് വെക്കാനൊരു സ്ഥലം പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് അമ്മയുടെ അച്ഛയടുത്തും പ്രാർത്ഥിച്ച് വീട് സ്ഥലം കിട്ടി. 25-ന് കുറ്റി അടിക്കലാണ് അതിന്. ഹല്ലേലൂയ. നല്ല വീട് പണിയാണ്, എന്നിട്ട് എനിക്ക് ആ വീട്ടിൽ വരണം. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന്. ഒരിക്കലുമല്ല. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അസാധ്യതകളില്ലാത്ത അത്ഭുതം. അടുത്തത് നിങ്ങളുടെ സാക്ഷ്യമാകട്ടെ. കാരണം യേശു ജീവിക്കുന്നു. അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് ആ കൃപ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തോ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഭാഗ്യപ്പെട്ട യോസേപ്പ് പിതാവിനോട് ചേർന്ന്, സകല വിശുദ്ധരോടും വിശുദ്ധമതികളോടും ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, സഭയാം ശരീരത്തോട് ചേർന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന്, മേൽപ്പട്ടക്കാരോടും പുരോഹിതരോടും സന്യസ്തരോടും സമർപ്പിതരോടും അൽമായരോട് സകല ദൈവശാസ്ത്രജ്ഞന്മാരോടും ചേർന്ന് കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന. എൻ്റെ നാഥ, ഈ ലോക ജീവിതത്തിൽ ഞങ്ങളുടെ ശരീരത്തെ അവിടുത്തെ ആലയമാക്കുവാൻ അവിടുന്ന് പദ്ധതിയിട്ടിരിക്കുന്നു. അങ്ങനെ ദൈവമഹത്വം ഞങ്ങൾ വന്ന് നിറയട്ടെ. കർത്താവായ ക്രിസ്തുവേ, അനുദിന വിശുദ്ധീകരണത്തിന് ഞങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുന്നല്ലോ. ഞങ്ങൾ അവിടുത്തെ ആലയമാണെന്ന് ഞങ്ങൾ അറിയുന്നു. വിട്ടുവീഴ്ച ചെയ്യാനും ഏറ്റുപറയാനും കുറ്റമേറ്റെടുക്കാനും അപരാധമേറ്റെടുക്കാനും അപമാനമേറ്റെടുക്കുവാനും അങ്ങനെ ക്രിസ്തു സഞ്ചരിച്ച അതേ പാതയിൽ സഞ്ചരിക്കാനും ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ മുമ്പാകെ ഒരു തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരായിരിക്കുന്ന ഇടത്ത് എനിക്കൊരു സൗഖ്യം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിനകത്ത് തന്നെ അവരുടെ അത്ഭുതം ആരംഭിക്കട്ടെ. ബലഹീനരായി ഞങ്ങളോട് ചേർന്ന് ബലമുള്ള അവിടുത്തെ കരം ചലിക്കുന്നതിനാൽ ഈ നിമിഷത്തിൽ തന്നെ നിന്റെ മക്കൾ സൗഖ്യമാവട്ടെ. അത്ഭുതകരമായ സൗഖ്യം വ്യാപിക്കട്ടെ. ഈ സ്റ്റുഡിയോ റൂമിൽ ഞാൻ അനുഭവിക്കുന്ന അതേ ദൈവമഹത്വം ലോകം മുഴുവൻ ഇപ്പോൾ വ്യാപിക്കട്ടെ. എല്ലാ വീടുകളിലേക്കും അത് പ്രവേശിക്കട്ടെ. പിതാവിന്റെ സ്നേഹത്തിന്റെ ഐശ്വര്യം ടെലിവിഷനിൽ ഇരിക്കുന്ന ആ മുറിയിൽ മാത്രമല്ല, ഉൾമുറികളിലേക്ക് അത് വ്യാപരിക്കട്ടെ. ബെഡ്റൂമിലേക്ക് അത് വ്യാപരിക്കട്ടെ. ആ സിറ്റിംഗ് റൂമിലേക്ക് അത് വ്യാപരിക്കട്ടെ. ആ വീടിരിക്കുന്ന പരിസരത്ത് അത് വ്യാപരിക്കട്ടെ. ആ അതിരുകളിലേക്ക് അത് അയൽവക്കങ്ങളിലേക്ക് ചുറ്റുപാടിലേക്ക് വ്യാപിക്കട്ടെ. എല്ലാ മന്ത്രവാദ ആവിചാര പ്രവർത്തനങ്ങൾക്കും മീതെയും അത് വ്യാപരിക്കട്ടെ. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, ഞങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തെ പണിയുകയും പരിശുദ്ധനായ ദൈവം വന്ന് വസിക്കുകയും ചെയ്യുമ്പോൾ ഒരു തിന്മയുടെ ശക്തിക്കും അതിനെ എതിർക്കാൻ കഴിയുകയില്ലെന്നുള്ള ബോധ്യത്തിൽ നിന്റെ മക്കൾ നിറയട്ടെ. അതിനായിട്ട് നന്ദി പറയുന്ന കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയിൽ അടുത്ത ബുധനാഴ്ച ഇതേ സമയത്ത് ഒരുമിച്ച് നാം വീണ്ടും കാണും വരെയും കൃപയുടെ നീർച്ചാലുകൾ നമ്മുടെ ഭവനങ്ങൾ ഒഴുകട്ടെ. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ